അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരൂല്ല. കുട്ടികൾ നന്നാവരുതെന്ന് ആഗ്രഹിക്കാത്ത ആരും ഇങ്ങോട്ട് വരില്ലല്ലോ. വന്നവരൊക്കെ നന്നാവണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. 5 കാര്യങ്ങൾ ചെയ്താലേ കുട്ടികൾ നേരാവുള്ളൂ. 5 കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ മക്കൾ നേരാവും. എന്താ 5 കാര്യം? ഒന്നാമത്തെ, നല്ല പേരിടണം കുട്ടികൾക്ക്. ഉദ്ദേശത്തിനനുസരിച്ച്, ലക്ഷ്യത്തിനനുസരിച്ച പേരിടണം. എന്തിനനുസരിച്ച? അതിപ്പോൾ ഈ കുട്ടികളെ കാര്യം മാത്രമല്ല, നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും ലക്ഷ്യത്തിനനുസരിച്ച പേരിട്ടാലേ സംഗതി നേരാവുള്ളൂ. പേര് വേറെയും സാധനം വേറെയും ആവില്ല, പേരിനനുസരിച്ചാകുക. പഴയ കാലത്തൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഒരു 5 വീട് അല്ലെങ്കിൽ 10 വീട് നോക്കിയാൽ അതിലൊരു 5 ആളെ പേര് മുഹിയുദ്ദീൻ ഇക്കാരം, അല്ലെങ്കിൽ ഒരു 5 ആളെ പേര് മുഹമ്മദ് ഇക്കാരം, അല്ലെങ്കിൽ മുഹമ്മദ് ഇക്കാരം, മമ്മി ഇക്കാരം, കുഞ്ഞഹമ്മദ് ഇക്കാരം, ഒക്കെ ഒന്നാം സാധനം. ചെറിയ മാറ്റം വരുത്തി ഇട്ടു എന്നുള്ളതൊക്കെ മുഹമ്മദാണ്. പേര് വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം നമ്മളിങ്ങനെയാണ് പറഞ്ഞുകാണ്ട് എന്തൊക്കെയോ സാധനം ഇട്ടിട്ട് അവസാനം മൗലിയരോട് വന്നിട്ട് ചോദിക്കും, ഉസ്താദേ ഹം ഹിം ഹും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്ന്. ഏത് ഡിക്ഷണറി തിരഞ്ഞാലും അതിൻ്റെ അർത്ഥം കിട്ടുക? പുതിയ ഡിക്ഷണറി ഇറക്കേണ്ടി വരും. എന്നാ മൂപ്പര് ഞാൻ കാണാനില്ല എന്ന് പറഞ്ഞാലോ മൗലിയർക്ക് തിരിയില്ല എന്നായി. ഇപ്പം ഏതോ 29 അറബി അക്ഷരമുണ്ട്, വേറെ അഭിപ്രായത്തിൽ 28 അറബി അക്ഷരമുണ്ട്. അതിന് 4 എണ്ണം കൂട്ടിങ്ങാണ്ട് അത് ഏത് ഭാഷയിലും അർത്ഥം കിട്ടൂല. അപ്പൊ ചെന്തുക്കാരൻ എന്നുള്ളതിന്റെ അർത്ഥം എന്തേക്കാരം? മലയാളല്ലേ, ഒരു ഡിക്ഷണറിയിലും കാണൂല. പോത്താമ്പി എന്നുള്ളതിന്റെ അർത്ഥം എന്തേക്കാരം? ഒരു ഡിക്ഷണറിയിലും ഉണ്ടാവില്ല. കിൽക്കിത്തിരി എന്നുള്ളതിന്റെ അർത്ഥം എന്തേക്കാരം? ഒരു ഡിക്ഷണറിയിലും ഉണ്ടാവില്ല. എന്നാ അപ്പൊ അത് മലയാളല്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ പറയാ? അറബിയിൽ നമുക്ക് തോന്നിയമാതിരി 4 അക്ഷരം കൂട്ടിങ്ങാണ്ട് മോലിയരോട് വന്നിട്ട് അർത്ഥം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞോ. പിന്നെ നെറ്റിൽ നോക്കിയെന്ന്, നെറ്റിൽ ഇങ്ങൾക്കും ഇഷ്ടം പോലെ അർത്ഥം കയറ്റി വിടാം. നെറ്റിൽ ആർക്കും കയറ്റാം, അവനാന് പോയിച്ച മാതിരിയൊക്കെ കയറ്റാം. ജൂതന്മാരെ നല്ലോണം കൈവച്ചിട്ടുണ്ട് പേരിനോടുത്ത്. ജൂതന്മാരെ നന്നായി കൈവച്ചിട്ടുണ്ട് പേരിനോടുത്ത്. മുസ്ലിം പേരുകൾ എന്ന് പറഞ്ഞാണ് നെറ്റിൽ വരുന്ന അധിക സാധനവും ഡിക്ഷണറിയിലുള്ളതല്ല, ജൂതന്മാര് കയറ്റിവിട്ട സാധനങ്ങളാ. അത് ഇട്ടുകാണ്ട് നമ്മളിങ്ങനെ നടക്കുക. എന്നിട്ട് ഓനെ പിന്നെ കാലിക്കുലാത്താക്കണമെന്ന് ലക്ഷ്യം വെച്ചാൽ അങ്ങനെ നടക്കുക. പേര് എന്ത് ഉദ്ദേശത്തിലാണോ ആ ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. മുഹിയുദ്ദീൻ പേരിട്ടാലേ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരാണ് എന്ന് കരുതിയിട്ടതാണെങ്കിൽ അതേമാതിരി ഉണ്ടാവും. അബൂബക്കർ എന്ന് പേരിട്ട ആളെ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവുകയും. ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, ആവും. സ്റ്റേജിൽ നിന്ന് ആരോ ചിരിച്ചുന്നുണ്ട്, ഓൽക്ക് അനുഭവം ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ചിരിച്ചാതാണല്ലോ. അപ്പൊ സാഹസൊന്നും ചിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാന്നാ മനസ്സിലാകണത്. അബൂബക്കറിന് പേരിട്ടാല് പക്ഷെ ഒന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖിന്റെ പേരാണെന്ന് കരുതി ഇടണം. വല്ലിപ്പാന്റെ പേര് എന്ന് കരുതിയിട്ടാൽ വല്ലിപ്പാന്റെ ഗുണം ഉണ്ടാവുള്ളൂ. എന്ത് കരുതിയിട്ടോ അത് വളരെ പ്രധാനമാണ്. പേരിന്റെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കുട്ടികൾ നേരാവണമെങ്കിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ഒരു സഹാബി വര്യൻ വന്നു. മകനെ കുറിച്ച് പരാതി പറയാനാണ്. എൻ്റെ ചെക്കൻ എത്ര പറഞ്ഞാലും കേൾക്കൂലായിരുന്നു, കുരുത്തം കെട്ടോനാണ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഓന് പേരിട്ടതെന്ന് ചോദിച്ചു. അതിൽ ഓൻ്റെ പേര് ജുആൽ എന്നാണ് പറഞ്ഞു. വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നടക്കൂല, നേരാവൂലായിരുന്നു. നേരാവൂല എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. പേര് വണ്ട് നിട്ടുകാണ്ട് ആള് നന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അവിടെ നല്ല പേരിടണം, നല്ല പേരിടണം. നല്ല പേര് എന്ന് പറഞ്ഞാൽ നല്ലോരെ പേര് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല പേര് പറഞ്ഞാല് ഞമ്മക്ക് തോന്നിയ പേര് എന്നല്ല, നല്ലോരെ പേര്. ആയിഷ ബീവിന്റെ പേര്, ഖദീജ ബീവിന്റെ പേര്, അമ്പിയാക്കളെ പേര്. സാലിഹ് വ ഇബ്രാഹിം കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫ് വ അയ്യൂബ് തദാ. ബദരീങ്ങളെ പേര്. അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വ ബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ്. ബദരീങ്ങളെ പേര് ആകെ 313 അല്ലേ ഉള്ളൂ. അതൊക്കെ ഇട്ട് തീർന്നില്ലേ എന്നാ നമ്മളെ വിചാരം. ഇല്ല, ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ലവരെ പേരിനാണ് നല്ല പേര് അറിയാം. അതുകൊണ്ട് നല്ല പേരിടണം. കുട്ടികൾ നന്നാവണോ, നല്ല പേരിടണം. ഇട്ടത് പേതാലും അങ്ങനായി. ഇഞ്ഞിടണേലും നോയിക്കളുണ്ട്. ഫോൺ നമ്പർ തിരഞ്ഞെടുക്കുകയോ വാട്സപ്പിൽ ബന്ധപ്പെടുകയോ വേണ്ട. പേര് പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടാൽ മതി.
ഇത് പറയുമ്പോഴുള്ളൊരു കുഴപ്പം എന്താ? അടുത്തത് പിന്നെ ഉസ്താദെ സംഗതി പെണ്ണ് പ്രസവിച്ചിട്ടുണ്ട്, എന്താ പേരിടുക എന്ന് ചോദിച്ചാണ്ട് നമുക്കിവിടെ പേര് പറഞ്ഞെടുക്കുന്ന പരിപാടിയൊന്നുമില്ല, നിങ്ങൾ തന്നെ നന്നായി ആലോചിച്ചിട്ടാണ് ഇട്ടാളി, നല്ലവരെ പേരിനാണ് നല്ല പേര് എന്ന് പറയാ. 4 നല്ല മനുഷ്യന്മാരെ പറ്റിയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പറയും. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ജുമഅക്ക് എന്നാലും 4 നല്ല മനുഷ്യന്മാരെ പറ്റി പറയും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നല്ല പേരിടുക. ഒന്നാമത്തെ കാര്യം അതാണ്, നല്ല പേരിടുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം എന്നതാണ് കുട്ടികൾ നന്നാവാനുള്ള മാനദണ്ഡം. കിട്ടിയപ്പോൾ വാങ്ങിയതായാൽ പോരാ, ആഗ്രഹിച്ചപ്പോൾ കിട്ടിയതായിരിക്കണം. നമ്മളൊക്കെ കുട്ടികൾ അധികവും ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കുട്ടികളെ കേൾപ്പിച്ച് പറയാൻ പറ്റാത്തതാണ്. പിന്നെ ഇപ്പോൾ കുട്ടികളില്ലാതപ്പോൾ നിങ്ങളെ കിട്ടൂലല്ലോ. അതുകൊണ്ട് പിന്നെ പെണ്ണുങ്ങൾ വരണമെങ്കിൽ എന്തായാലും കുട്ടികളൊപ്പം തന്നെ വരുള്ളൂ. അതുകൊണ്ട് പറയില്ലാതെ നിർവാഹമൊന്നുമില്ല. ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം കുട്ടികൾ നേരാവണമെങ്കിൽ. പലപ്പോഴും നമ്മളെ കുട്ടികളെ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയതാവണില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. നിങ്ങൾ ഇന്നെ നോക്കണില്ലല്ലോ, ഇന്നെ നോക്കിയാലേ ഞാൻ പറയുള്ളൂ. പലപ്പോഴും നമ്മളെ കുട്ടികളെ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയതാണില്ല. പിന്നെ കല്യാണം കഴിഞ്ഞേക്കിന് തീരുമാനിച്ചായിരുന്നു നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ട സംഗതി ഉണ്ടായി. അപ്പോൾ പിന്നെ മൂപ്പര് പറയുകയാണെന്ത്, പടച്ചോൻ്റെ വിധിയല്ല, എന്താ ഇപ്പം കാട്ടുക, തന്നാ പിന്നെ വാങ്ങന്നേ. അങ്ങനെ കിട്ടിയ നേരാവില്ല. ചരിത്രത്തിൽ നല്ല കുട്ടികളൊക്കെ നല്ലോണം പൂതി വെച്ചിട്ട് കിട്ടിയ കുട്ടികളായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം 90-ലധികം കൊല്ലം ദ്വാരന്നിട്ട് മൂപ്പർക്ക് അള്ളാഹു തആല ഒരു കുട്ടിനെ കൊടുത്തിട്ടുണ്ട്. നല്ലോണം ദ്വാരന്നിട്ട് കിട്ടിയ, ആഗ്രഹിച്ച് കിട്ടിയ കുട്ടികളാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മക്കളൊക്കെ എന്ന് കാണാൻ പറ്റും. നമ്മളെ വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, നല്ലൊരു സാലിഹായ മനുഷ്യൻ. കോയപ്പാപ്പാൻ്റെ വാപ്പാൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു മുസാഫിറാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകും, പല സ്ഥലത്തേക്കും ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരിക്കൽ കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തൊരു സ്ത്രീ. എന്ത് പറഞ്ഞാലും വിവാഹത്തിന് സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ കോയപ്പാപ്പാൻ്റെ വാപ്പ മുഹമ്മദ്, കോയപ്പാപ്പാൻ്റെ പേരും മുഹമ്മദ് തന്നെ കേട്ടോ, അവരുടെ വാപ്പാപ്പാരൊക്കെ പേരും മുഹമ്മദ് എന്നാണ്. കോയപ്പാപ്പാൻ്റെ വാപ്പ മുഹമ്മദ് ആ പെരൻ്റെ താഴെ ചെന്നിട്ട് ഇങ്ങനെ മേപ്പിട്ട് നോക്കി. അതിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് സ്ത്രീ ഇങ്ങനെ മേലെ കൂടെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ചോദിച്ചു, കല്യാണത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. അതിലാന്ന് പറഞ്ഞു. ആലോചനകൾ നടന്നു, നിക്കാഹ് നടന്നു. ഒരു ദിവസം കോയപ്പാപ്പ അവിടെ താമസിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായി. കോയപ്പാപ്പൻ്റെ വാപ്പ മുഹമ്മദ് താമസിച്ചു ഒരു ദിവസം. അതിലൊരു കുട്ടി ഉണ്ടായി. പിന്നെ മൂപ്പരാ വൈക്ക് വന്നിട്ടില്ല. കുറേ കാലം കഴിഞ്ഞു. കുട്ടി ഇങ്ങനെ മദ്രസയ്ക്ക് പോകുമ്പോൾ വഴിയിൽ നിന്നൊരു പ്രായമുള്ള വയസ്സനായ ആളെ കണ്ടു. ഒരു തന്തപ്പാപ്പ വടിയൊക്കെ കുത്തിയിട്ട്. എന്താ കുട്ടിയാ എൻ്റെ പേര് എന്ന് ചോദിച്ചു. മുഹമ്മദ് എന്നാണ് പറഞ്ഞു. ആ നല്ല പേരാണ് പറഞ്ഞു. തലയിലിങ്ങനെ ഒന്ന് കൈവച്ച് ഒന്ന് മന്ദിരിച്ചു കൊടുത്ത്, നല്ലവണ്ണം പഠിക്കണം കേട്ടോ, വലിയ ആളാവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് മൂപ്പര് പോയി. മദ്രസിട്ട് വന്നപ്പോൾ കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ വൈക്കുന്നൊരു വയസ്സനെ കണ്ടു, ഒരു തന്തപ്പാപ്പാനെ. മൂപ്പരിങ്ങനെ പേരൊക്കെ ചോദിച്ച് തലയിൽ കൈയൊക്കെ വെച്ചിട്ടൊന്ന് മന്ദിരിച്ചു ഇതൊക്കെ ചെയ്ത് നന്നാവാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. എങ്ങനെ അയാളെ ചേലും കോലൊക്കെ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞെടുത്ത് ഇന്നെ മാതിരിയാണ് പറഞ്ഞു. എൻ്റെ വാപ്പയാണ് പറഞ്ഞു. ആ കണ്ട ആള് അതിലുണ്ടായതാണ് കോയപ്പാപ്പ, പേര് മുഹമ്മദ് എന്നാണ്. ഏത് സ്വാലിഹ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ കണ്ടാൽ ഉടനെ പേര് ചോദിക്കും. ഏത് മനുഷ്യനെ കണ്ടാലും പേര് ചോദിക്കണം എന്നാണ്. അവരെ മഷറയിൽ കണ്ടുമുട്ടുന്നതാണ് പേര് ചോദിച്ച ആൾക്കാരെ. നമുക്ക് ഓർമ്മ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരാണെങ്കിലും പേര് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറിപ്പോകാനുള്ള കോണിപ്പടികളാകുന്നു അവൻ്റെ പേര് എന്നാണ്. അതുകൊണ്ട് നല്ല പേരിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത് ആഗ്രഹിച്ച് കിട്ടിയതാകുക. ആഗ്രഹിച്ചിട്ട് കിട്ടിയതാവണം കുട്ടികളെ, കുടുങ്ങിയിട്ട് കിട്ടിയതാവരുത്. മൂന്നാമത്തെ കാര്യം, ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം കുട്ടികൾ നന്നാവണമെങ്കിൽ. ഹലാലായ ഭക്ഷണം കൊടുത്താൽ പോരാ, തൊയ്യബായ ഭക്ഷണം കൊടുക്കണം. ഹലാലും തൊയ്യബും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാ ഹലാലും തൊയ്യബാവില്ല, എല്ലാ തൊയ്യബും ഹലാലായിരിക്കും. അങ്ങനെയാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം തിന്നൽ ഹലാലാണ്, തൊയ്യബല്ല.
ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ണൽ ഹലാലാകും. ഓനോട് ചോദിച്ചാൽ മതി, തൊയ്യീബാവൂല. തൊയ്യീബാണെങ്കിൽ ക്ഷണിച്ചിട്ട് തന്നെ പോകണം. അങ്ങനെയാണ്. മനസ്സിന് തൃപ്തിയില്ലാതെ ഒരാൾ കൊടുത്താൽ തിന്നലെ ഹലാലൊക്കെ ആവും, തൊയ്യീബാവൂല. പുതിയ കമ്മിറ്റി വന്നതാണ്. പുതിയ കമ്മിറ്റി വന്നിട്ട് എന്ത് തീരുമാനിച്ചു? എല്ലാ പെരയിലും ചെലവാണ്, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരാൻ പറ്റൂല എന്ന് തീരുമാനിച്ചതാണ്. ഇനിയിപ്പോൾ ഒന്ന് പള്ളിക്കത്തെ മൂലയുടെ ചെലവാണ് പണ്ടാറടക്കാൻ എന്നാണെങ്കിൽ ഹലാലാകും, തൊയ്യീബാവൂല. തിന്നാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മനസ്സറിഞ്ഞു കൊടുക്കണം എന്നല്ല. സഖിയ്യ്, ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കുമെന്നാണ്. മനസ്സറിഞ്ഞു കൊടുക്കണം. എൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതിന് ഹോട്ടലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഹോട്ടലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വേഗം മതിയാകാൻ വേണ്ടിയിട്ട് കാരം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ചോറ് കഴിക്കരുത്. കാരണം അവൻ മനസ്സറിഞ്ഞു കൊടുക്കണില്ല. ചായപ്പീടിയെന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മനസ്സറിഞ്ഞു കൊടുക്കണ തരുന്നതേ തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യീബായിരിക്കണം. 5 വക്ത് നിസ്കരിച്ചും സുബഹി നിസ്കരിച്ചും 5 വക്ത് നിസ്കരിച്ചും സുബഹി നിസ്കരിച്ചും. അത് സുബഹി എന്ന് പ്രത്യേകം പറയണം. കാരണം ചിലപ്പം ചിലവർ 5 വക്ത് എന്നുള്ളതിൽ ഏത് പെടുത്തലില്ല, സുബഹി പെടുത്തലില്ല. അതുകൊണ്ടാണ് അത് പഴയ ആൾക്കാർ പറഞ്ഞതാണ്. അപ്പോൾ പഴയ കാലത്തെ ആ കൂട്ടക്കാരുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 5 വക്തിൽ സുബഹിയിൽ പെടുത്താത്ത ആൾക്കാർ. ഏതായാലും 5 വക്ത് നിസ്കരിച്ചും സുബഹി നിസ്കരിച്ചും കുറച്ച് ഖുർആനും ഓതും മൂപ്പര് പള്ളിക്ക് വന്നിട്ട്. എന്നിട്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നുകാണ്ടേ ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുക. എന്തിന്? കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ. എന്നിട്ട് മജ്‌ലിസുന്നൂർക്ക് 313 ഉറുപ്യ ഓല് നന്നാവാൻ. ഏത്? ചൈനത്തെ സാധനം ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിത്ത് 313. ബദരീങ്ങൾക്ക് വലിയ കാര്യമല്ലേ ഇപ്പം എൻ്റെ 313. ഇത് മജ്‌ലിസുന്നൂറിന്റെ വന്തല. ഇത് മജ്‌ലിസുന്നൂറിന്റെ വന്തല. ആ, മജ്‌ലിസുന്നൂറിന്റെ വന്തല. ഞാൻ ഇന്നലെ ഒരു മജ്‌ലിസുന്നൂറിന്റെ പരിപാടിക്ക് പോയി. രാത്രി കുറേ ദ്വാരക്കാനുള്ള കടലാസുണ്ട്. കുറേ ദ്വാരക്കാനുള്ള കടലാസുകളുണ്ട്. കാലിൻ്റെ മുട്ടുവേദന മാറാൻ, കയ്യിൻ്റെ കിണുപ്പിൻ്റെ വേദന മാറാൻ, കോവിഡ് സുഖാവാൻ, പിന്നെ ആശുപത്രിയിലുള്ള ആൾ ഡിസ്ചാർജ് ആവാൻ, മുറാദ് ഹാസിലാവാൻ, ഹാസിലായ മുറാദ് ക്യാൻസലാവാൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആക്കിബത്ത് തന്നാ ഒറ്റൊന്നും കണ്ടില്ല. കുറേ ഉണ്ട്. ഇത് ഞാൻ അതന്നെ നോക്കി. ഹൈദർലി ശിഹാബ് തങ്ങളാപ്പോൾ പറഞ്ഞതാണല്ലോ പിന്നെ മജ്‌ലിസുന്നൂർ ചെല്ലാൻ. മൂപ്പര് കാൽമുട്ട് വേദന മാറാൻ മജ്‌ലിസുന്നൂർ ചെല്ലിക്കോളി എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഹൈദർലി ശിഹാബ് തങ്ങൾ വാപ്പ മജ്‌ലിസുന്നൂർ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് ആക്കിബത്ത് നന്നായി മരിക്കാനാണ്. കടം വീടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ദോരക്കണം. ദണ്ണം മാറാൻ വേണ്ടി ദോരക്കണം. ആക്കിബത്ത് നന്നാൽ വളരെ പ്രധാനല്ലേ. ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ഒന്നും ചൊല്ലിയൊക്കെ ഒന്ന് ഉഷാറായിക്കോട്ടെ. ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കണ നേരത്തെ ബദരീങ്ങൾ ഇങ്ങനെ വട്ടഴിഞ്ഞ് നിൽക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടന്നിട്ട് എല്ലാവരും കേൾക്കണ തരത്തിൽ ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൗത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരാൾ വെളാഞ്ചേരി അടുത്ത് ഒരാൾ മരണപ്പെട്ടു. നമ്മളൊരു ബന്ധുവാണ്. മരിക്കണതിൻ്റെ മുമ്പ് തന്നെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയൊക്കെ നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിങ്ങാണ്ട് സ്വന്തമായിട്ടാണ് കണ്ണടച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാണ് മരിച്ചു. ഒരു മനുഷ്യൻ മരിക്കണ രംഗം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ സംഗതി എല്ലാവരും കേൾക്കണം നിർബന്ധമൊന്നുമില്ല. മരിക്കണ ആൾ കെലിമയിലുള്ളത്, പക്ഷെ കേട്ടാൽ വലിയ സംഭവം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മരിക്കുമ്പോൾ എല്ലാവരും കേട്ടിട്ട് തന്നെ ചെല്ലണം. അതിനാണ് എല്ലാവരും ദ്വാരക്കേണ്ടത്. ഒരിക്കലും ചുരുക്കി ദ്വാരക്കരുത്, എപ്പോഴും നീട്ടി ദ്വാരക്കണം. അള്ളാഹു എല്ലാവരും കേട്ട് നിൽക്കുമ്പോൾ ഉറക്ക കെലിമയിൽ മരിക്കാൻ ഞമ്മക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ.